നമസ്കാരം. ഞാൻ കെ ശങ്കരനാരായണൻ, കഥാകൃത്ത്, നോവലിസ്റ്റ്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു പാലക്കാടൻ അഗ്രഹാരത്തിലാണ്. പാലക്കാടിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ അഗ്രഹാരങ്ങൾക്ക് അനിഷേധ്യമായൊരു സ്ഥാനവും പങ്കും ഉണ്ട്. 108ഓളം അഗ്രഹാരങ്ങളുണ്ട്. അതിലിപ്പോൾ ഒരു 98 99 ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ സമ്പൂർണമായിട്ട് നശിച്ചു. അഗ്രഹാരത്തിന് ഒരു പ്രത്യേക ഭാഷയുണ്ട്, പ്രത്യേക സംസ്കാരമുണ്ട്, പ്രത്യേക വേഷങ്ങളുണ്ട്. മാത്രമല്ല, കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വലിയ ചരിത്രമുണ്ട്. പാലക്കാട് കുടിയേറ്റം നടന്നത് ഏതാണ്ട് 650-700 വർഷങ്ങൾക്ക് മുൻപാണ്. അതിനെക്കുറിച്ച് പല തെറ്റായ കഥകളുമാണ് പ്രചരിക്കുന്നത്. കാരണം പാലക്കാട്ടെ രാജാവായിരുന്ന കോമ്പിയച്ചൻ ക്ഷേത്രത്തിലെ പൂജകൾക്ക് വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തവരാണ് തമിഴ്നാട്ടിലെ പാലക്കാട്ടെ ബ്രാഹ്മണർ എന്ന ഒരു ധാരണയാണ് പരക്കെ പ്രചരിച്ചിട്ടുള്ളത്. അത് തെറ്റാണെന്ന് മനസ്സിലായത് ജി ശിവസ്വാമി എഴുതിയൊരു പുസ്തകം, ദ ഹിസ്റ്ററി ഓഫ് തമിഴ് ബ്രാഹ്മിൻസ്. അതിൽ പറഞ്ഞിട്ടുള്ളത് പാണ്ഡ്യരാജാവായിരുന്ന മാരവർമ്മ കുലശേഖരൻ മരിച്ച സമയത്ത് അടുത്ത രാജ്യാവകാശം ആർക്ക് എന്ന കാര്യത്തിൽ തർക്കമുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് 2 ആൺകുട്ടികളാണുള്ളത്. ഭാര്യയിലൊരു മകനും മറ്റൊരു ബന്ധത്തിൽ ഒരു മകനും. ഇവർ രണ്ടുപേരും തമ്മിൽ രാജ്യാവകാശത്തിന് വേണ്ടി യുദ്ധം നടത്തുകയും അതിൽ ഒരു മകൻ അന്നത്തെ ഡൽഹി സുൽത്താനോട് സഹായം ആവശ്യപ്പെടുകയും അങ്ങനെ ഡൽഹി സുൽത്താൻ വലിയൊരു പട്ടാളത്തെ തമിഴ്നാട്ടിലേക്ക് അയക്കുകയും ആ പട്ടാളം അവിടെ ഒരുപാട് അക്രമങ്ങൾ അഴിച്ചുവിടുകയും സ്ത്രീകളെ ദ്രോഹിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് തങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് സുരക്ഷിതത്വമില്ല എന്ന് ബോധ്യപ്പെട്ട് പൊള്ളാച്ചി വഴി പാലക്കാട്ടേക്കും നാഗർകോവിൽ വഴി തിരുവനന്തപുരത്തേക്കും അവർ പലായനം ചെയ്തു എന്നതാണ് യഥാർത്ഥ കുടിയേറ്റ കഥ. പക്ഷെ അവരിവിടെ വന്ന സമയത്ത് ഇവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്തിരുന്നത് നമ്പൂതിരിമാരായിരുന്നു. പക്ഷെ അന്നത്തെ രാജാവായിരുന്ന പാലക്കാട് കോമ്പിയച്ചന് ഒരു ദളിത് സ്ത്രീയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. അവരെ വിവാഹം കഴിക്കാൻ രാജാവ് തയ്യാറായപ്പോൾ അതിനോടുള്ള പ്രതിഷേധമായിട്ട് ഇവരെല്ലാം അമ്പലത്തിലെ പൂജകൾ നടത്തി. ഞങ്ങളിനി പൂജ ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഈ കുടിയേറ്റം നടക്കുന്നത്. അപ്പോ വേദജ്ഞാനം ഉള്ള തമിഴ്നാട്ടിലെ തഞ്ചാവൂർ, മായാവരം, കുംഭകോണത്തിൽ നിന്നും വന്ന ആൾക്കാരെ അവർക്ക് വീട് വയ്ക്കാൻ സ്ഥലം കൊടുത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ അവരെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് പാലക്കാട്ടിൽ ആദ്യമായിട്ട് അഗ്രഹാരം ഉണ്ടാവുന്നത്. അഗ്രഹാരം എന്ന വാക്കിന്റെ അർത്ഥം ഹരനും ഹരിയും വസിക്കുന്ന സ്ഥലം. അതാണ് അഗ്രഹാരം എന്ന വാക്കിന്റെ അർത്ഥം. ശിവനും വിഷ്ണുവും, ശൈവരും വൈഷ്ണവരുമാണുള്ളത്. അപ്പൊ അതിലെ വേദപണ്ഡിതന്മാരുണ്ട്, ഒന്നാന്തരം ദഹരണക്കാരുണ്ട്. അങ്ങനെ പാലക്കാടൻ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഉണ്ട്. ഇതൊന്നും പലർക്കും അറിയില്ല. ഇതിനെക്കുറിച്ച് ഞാൻ എഴുതാം കേട്ടോ.